ഈ പാട്ട് കേട്ടിട്ടില്ലാത്തവർ ആരും ഉണ്ടാകില്ല. എന്തൊരു ഫീലാണ്. പക്ഷേ ഈ പാട്ട് എഴുതിയത് ആരാണ് എന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. ഈ പാട്ട് എഴുതിയ ഫാദർ ജോസഫ് പാറാങ്കുഴിയാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. 10,000-ഓളം പാട്ടുകളാണ് അച്ഛൻ ഇതുവരെ എഴുതിയിട്ടുള്ളത്. ഇപ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. വേണമെങ്കിൽ പാട്ടിൻ്റെ പുരോഹിതൻ എന്ന് തന്നെ അച്ഛനെ വിളിക്കാം. അച്ഛൻ്റെ പാട്ടിൻ്റെ വിശേഷങ്ങൾക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ജോസഫ് പാറാങ്കുഴി അച്ഛൻ. അച്ഛൻ സ്വാഗതം. നമ്മൾ ഈ പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇതാരാണ് എഴുതിയതെന്ന് പലർക്കും ഇപ്പോഴും അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ പാട്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അച്ഛൻ തന്നെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഈസ്റ്റർ ദിനത്തിൽ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാനിപ്പോൾ വെള്ളനാടിനടുത്തുള്ള കാരിക്കോണം സെൻറ്റ് ജോസഫ് ദേവാലയത്തിലെ ഇടവ വികാരിയാണ്. എൻ്റെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 1984 ശ്രീ കെ ജെ യേശുദാസും ശ്രീമതി ചിത്രയും പാടിയ ഒരു CD പുറത്തിറങ്ങിയിട്ടുണ്ട്. 1985 ആദ്യത്തേത് സ്നേഹപ്രവാഹം എന്നായിരുന്നു. രണ്ടാമത് 85 ഇറങ്ങിയത് സ്നേഹ സന്ദേശം. ആദ്യത്തെ സ്നേഹപ്രവാഹത്തിൽ എൻ്റെ 4 പാട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു താരാട്ട് പാട്ടാണ് ശ്രീമതി ചിത്ര പാടിയ പൈതലാം യേശു എന്നുള്ള ഗാനം. രണ്ടാമത്തെ സ്നേഹസന്ദേശത്തിലും 4 പാട്ടുണ്ടായിരുന്നു. 12 പാട്ടിൽ 4 പാട്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൂത്രധാരൻ സ്നേഹ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കൽ OCD അച്ഛനാണ്. ഞാൻ ആലുവ കാർമഗിരി പൊന്തിവിക്കൽ സെമിനാരിയിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സ്നേഹ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കൽ അച്ഛൻ ഞങ്ങളെ പ്രൊഫസറായിരുന്നു. അപ്പോൾ ഒരിക്കൽ തിയോളജിക്ക് പഠിക്കുന്ന സമയത്ത് അച്ഛൻ ക്ലാസ്സിൽ വന്നിട്ട് ഒരു കാര്യം അനൗൺസ് ചെയ്തു. അത് ക്രിസ്മസിന് മുമ്പ് 3 മാസത്തിന് മുമ്പാണ് വന്ന് അനൗൺസ് ചെയ്യുന്നത്. പാട്ടെഴുതാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരു 2 ആഴ്ചക്കകത്ത് വെച്ച് എനിക്ക് പാട്ടെഴുതി തരണം. തുടക്കത്തിലെ ഒരു കാര്യം പറയുകയാണ്, പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പാട്ട് ഞാൻ സ്വീകരിക്കില്ല, എടുക്കില്ല. അതിൻ്റെ പേരിൽ ആർക്കും പരിഭവം തോന്നരുത്. ഇങ്ങനെ ഒരു ആമുഖത്തോടു കൂടെയാണ് അച്ഛൻ പറഞ്ഞത്. ഓരോരുത്തരും പാട്ടെഴുതി. ഞാനും ഒരു 5 പാട്ട് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എൻ്റെ വരികളൊക്കെ നോക്കി എല്ലാം ചെയ്തിട്ട് എന്നെ രഹസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ് ബ്രദറിൻ്റെ 4 പാട്ട് ഞാൻ സ്വീകരിച്ചു. എനിക്കിഷ്ടപ്പെട്ടു. കാരണം 4 വെറൈറ്റിയിലാണ് എഴുതിയിട്ടുള്ളത്. ഈ പൈതലാമേശു യഥാർത്ഥത്തിൽ ആ പാട്ട് ഇത് അച്ഛൻ്റെ സന്യാസ സഭയിലെ ഒരു വൈദികനാണ് ആദ്യം ആ പാട്ട് എഴുതാനായിട്ട്, ഒരു താരാട്ട് പാട്ട് എഴുതാനായിട്ട് ചുമതലപ്പെടുത്തിയത്. ഭാഗ്യമെന്നോ ദൗർഭാഗ്യമെന്നോ വേണമെങ്കിൽ പറയാം, ആ അച്ഛൻ എഴുതിയ പാട്ട് അത്രയും തൃപ്തിയായില്ല. ഇവിടെ തിരുവനന്തപുരം തരങ്കണി സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് വരുന്ന 2 ദിവസത്തിന് മുമ്പാണ് അച്ഛനിങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു താരാട്ട് പാട്ട് അച്ഛനെ കൊണ്ട് ഞാൻ എഴുതിപ്പിച്ചു, എനിക്ക് തൃപ്തിയായില്ല. അതുകൊണ്ട് ബ്രദർ ഒരു താരാട്ട് പാട്ട് എഴുതണമെന്ന്. രാത്രി 9:30 മണിക്കാണ് പറയണത്. 10 മണിയായപ്പോൾ ഞാൻ 3 താരാട്ട് പാട്ട് അച്ഛൻ എഴുതി കൊടുത്തു. അതിൽ രണ്ടാമത് എഴുതിയ താരാട്ട് പാട്ടാണ് ഈ പൈതലാം യേശുവെ ഉമ്മുവച്ചുണർത്തിയെന്നുള്ള ആ പാട്ട്. അങ്ങനെ തരങ്കണിയിൽ വന്ന് ശ്രീ യേശുദാസുമായിട്ട് ബന്ധപ്പെട്ട്, യഥാർത്ഥത്തിൽ അന്ന് കുമാരിയായിരുന്നു. ചിത്രയെ അച്ഛൻ നേരിട്ടല്ല, ശ്രീ യേശുദാസാണ് ചുമതലപ്പെടുത്തിയത്. ഇത് അച്ഛൻ്റെ മനസ്സിലുള്ള അതേ ആശയവും വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഭാവനകളും ഒക്കെ ശ്രീമതി ചിത്ര ഉൾക്കൊണ്ട് അപ്പം അച്ഛൻ അതിൻ്റെ സന്ദർഭമൊക്കെ വിവരിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞത് ഏതാണ്ട് 1 മണിക്കൂർ സമയം ചിത്ര ഈ പാട്ടുമായിട്ട് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ചെന്ന് 1 മണിക്കൂർ സമയം ധ്യാനിച്ചെന്നാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് ഒറ്റ സ്ട്രെച്ചിൽ പാടി. അച്ഛാ, അത് ആ പാട്ടിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാനൊരു അമ്മയാണ്. അപ്പോൾ നമ്മളൊരു താരാട്ട് പാട്ടെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നുന്നത്
നമ്മളൊരു കുഞ്ഞിനെ ഉറക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവർക്ക് തലോടി ഒരു ഉമ്മ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത്രയും ഫീൽ അതിന് കിട്ടുന്നുണ്ട്. അച്ഛൻ എഴുതി ആ പാട്ട് ട്യൂൺ ചെയ്ത് ചിത്ര പാടി പുറത്ത് വന്നപ്പോൾ അച്ഛനുണ്ടായൊരു ഫീൽ എന്താണ്? ഞാൻ ഈ പാട്ട് എഴുതാനിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്തറിയാമോ, ഞാൻ 25 വയസ്സ് കഴിഞ്ഞിട്ടാണ് സെമിനാരിയിലേക്ക് വരുന്നത്. 3 സഹോദരിമാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്. അപ്പം ഇവിടെയൊക്കെ കൊച്ചുമക്കളെയൊക്കെ ഞാൻ കൊണ്ടു നടന്നും പാട്ടുപാടി എനിക്കറിയാവുന്ന രീതിയിൽ പാട്ടൊക്കെ പാടിയും അടി കൊടുത്തുമൊക്കെ ഉറക്കി ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഉണ്ട്. ദൈവം തന്ന ആ ഭാവന ഉപയോഗിച്ച് സ്വാഭാവികമായിട്ടൊരമ്മ ഈ വിധത്തിലൊക്കെ ആയിരിക്കണം എന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതുപോലെ പാട്ടുപാടി ഉറക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതാണ് ഈ ഉമ്മോച്ചുമ്മച്ച് ഉണർത്തിയ. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം, സമൂഹത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു ആട്ടിടയർ. അവർക്ക് വേണ്ടത്ര അംഗീകാരമോ സ്ഥാനമാനങ്ങളോ ബഹുമതിയോ ഇല്ല. ഏതാണ്ട് വിടുപണി ചെയ്യുന്ന, അടിമപ്പണി ചെയ്യുന്ന ഒരു ജീവിതമാണ് അവർ. അപ്പം യേശു അവർക്ക് വേണ്ടി കൂടെയാണ്, ഈ സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവർക്ക് കൂടെയാണ് യേശു ജനിച്ചത്. അപ്പം ഞാൻ അതിൻ്റെ ഹൈലൈറ്റ് ഈ ആട്ടിടയർക്ക് കൊടുത്തു. പൈതലാം യേശു ഉമ്മ വെച്ച് ഉണർത്തിയ ആട്ടിടയരെ നിങ്ങൾ ഉന്നതരാണ് എന്ന്. അത് യഥാർത്ഥത്തിൽ അതിലൊരു വിപ്ലവമുണ്ട്. താരാട്ടുപാട്ടിനപ്പുറം അത് തന്നെ, അതിന് ആ ഒരു വിപ്ലവമുണ്ട്. സാമൂഹികമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്ന, തൻ്റെ എഴുത്തുകൾ കൊണ്ട് അങ്ങനെ ഇടപെടാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് അതെല്ലാ പാട്ടുകളിലും അച്ഛൻ ഉൾപ്പെടുത്താറ്. തീർച്ചയായിട്ടും. കാരണം ഇത് സാധാരണ രീതിയിൽ എഴുതുന്നത് പോലെ എഴുതി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രസക്തിയില്ല. അപ്പം ഞാനെന്ന വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റി, തനിമ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒരു ശൈലിയും ഭാവനയും ആ ഒരു കാവ്യാത്മകതയൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. ഞാനീ പറയുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. ദൈവം ഇറങ്ങിപ്പോയ അല്ലെങ്കിൽ ദൈവത്തെ ഇറക്കിവിട്ട മതങ്ങൾ, മതസ്ഥാപനങ്ങൾ, മനുഷ്യർ, ഇവരുടെ എണ്ണം വർദ്ധമാനമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദൈവം നിരുപമ സ്നേഹം അത് ഇതുപോലെ ഹിറ്റായ ഒരു പാട്ടാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ദൈവം നിരുപമ സ്നേഹം എന്നുള്ള പാട്ട് യഥാർത്ഥത്തിൽ എല്ലാവരും പൈതലാം യേശു മെച്ചപ്പെട്ട പാട്ടായിട്ട് അവർ ആസ്വദിക്കുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നിരുപമ സ്നേഹം എന്നുള്ള പാട്ടാണ്. അത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ചങ്ങലക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ടല്ല അത് എഴുതിയിട്ടുള്ളത്. അത് ആർക്കും, ഏത് ജാതിയിലും മതത്തിലും പെട്ടിട്ടുള്ള ആൾക്കാർക്കും പാടാൻ പറ്റുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു അലൗകികമായ ഒരു ദാർശനിക ചിന്തയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ദൈവം നിരുപമ സ്നേഹം. അതുപോലെ തന്നെ ഇത് മ്യൂസിക് ചെയ്യുമ്പോൾ അച്ഛൻ വിചാരിച്ചൊരു ഫീൽ കിട്ടണമല്ലോ, അതിൻ്റെ ഒരു വലിയൊരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ അച്ഛൻ പറഞ്ഞ ആ ഒരു ട്യൂൺ ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാം അത് അച്ഛൻ എത്രത്തോളം ആസ്വദിച്ചിട്ടുണ്ട്? പലരും ഞാൻ പാടുമോ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ഉപകരണങ്ങളൊക്കെ വായിക്കുമെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ വലിയ ഗമ നടിച്ചിട്ട് മിണ്ടാതിരിക്കും. മൗനം വിദ്വാനുഭൂഷണം. പക്ഷേ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ മറ്റൊന്ന്, ജസ്റ്റിനച്ഛൻ്റെ ഒരു വലിയ മഹത്വം എന്ന് പറയുന്നത് 2-4 വെറൈറ്റിയിൽ അച്ഛൻ ഒരു പാട്ട് സംഗീതം ചെയ്യും. എന്നിട്ട് എഴുതിയ ആളിനെ വിളിച്ചിരുത്തി ഹാർമോണിയം വെച്ചിട്ട് അച്ഛൻ ഒന്ന് മൂളിക്കേൾപ്പിക്കും. അപ്പോൾ അച്ഛനിങ്ങനെ ഇത് ഹാർമോണിയത്തിൽ അതൊന്ന് മൂളുന്ന സമയത്ത്, ഇത് വായിക്കുന്ന സമയത്ത്, വായിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഒരു 2-3 മിനിറ്റ് മിണ്ടാതിരിക്കും. ഞാനും മിണ്ടാതിരുന്നു. എന്നിട്ട് അഭിപ്രായം ചോദിക്കും. അപ്പം ചിലത് അഭിപ്രായം ഞാൻ പറയും. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അത്രയും ആ ഒരു ത്രസ്റ്റ് അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആ ഭാഗത്ത് ഇന്ന വരിയിൽ ഇന്ന സ്റ്റാൻസ ചരണത്തിൽ അല്ലെങ്കിൽ പല്ലവിയിൽ അനുപല്ലവിയിൽ ഇങ്ങനെ ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ അച്ഛൻ അത് ശരി ഇതൊന്ന് കേട്ടെന്ന് നോക്കിയിട്ട് അടുത്ത ട്യൂൺ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് കൊള്ളാം. പാട്ടെഴുതി കൊടുത്ത ആളിനെ വിളിച്ച് അഭിപ്രായം ചോദിച്ച് കൺഫേം ചെയ്യേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല.
എങ്കിലും അച്ഛൻ്റേതായിട്ടുള്ള ആ ഒരു ഔന്നത്യം ജീവിത ലാളിത്യവും ആ ഒരു എളിമയൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. കാടുകൾ മേടുകൾ മാനവസരണികൾ പുണർന്നു പുൽകുമ്പോൾ കുന്നുകൾ കുഴികൾ ഉയർച്ചകൾ താഴ്ചകൾ ഒരുപോൽ പുഷ്പിക്കും. സ്നേഹം നിരുപമ സ്നേഹം, ദൈവം നിരുപമ സ്നേഹം, ദൈവം നിരുപമ സ്നേഹം. അച്ഛൻ അങ്ങനെ കേട്ടിട്ട് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട അത് ഹിറ്റായ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പറയാമോ? പൈതലായ യേശുവിലാണെങ്കിൽ ഞാൻ എൻ്റേതായിട്ട് ചില കമൻറ്റുകൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സെമിനാരിയിലുള്ള വേറൊരു അച്ഛൻ ഈ പാട്ട് കേൾപ്പിച്ചു. അപ്പോൾ ആ അച്ഛൻ ഒരു കമൻറ്റ് പറഞ്ഞു, ഈ ഉമ്മ വച്ചു എന്ന് പറയുമ്പോൾ അതിൽ അല്പം ഇത് ഉണ്ട്, ഒരു കല്ല് കടിക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് പള്ളിയിലൊക്കെ പാടാൻ പറ്റുമോ, മറ്റുള്ളവരത് എങ്ങനെ സ്വീകരിക്കും എന്ന് ഒരു കമൻറ്റ് ആ അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു, ആ ഒരു വരി മാറ്റിയിട്ട് എൻ്റെ ആ പാട്ട് എടുക്കണ്ട. അച്ഛൻ ശ്രീ യേശുദാസിനെ വിളിച്ച് ഇങ്ങനെ ട്യൂൺ കേൾപ്പിച്ച് ഇഷ്ടപ്പെട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ്. അപ്പോൾ യേശുദാസ് അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അതേ രീതിയിൽ യേശുദാസിന് റിയാക്ട് എന്ന് പറഞ്ഞു. ഒരു കൈക്കുഞ്ഞിനെ എടുത്ത് ഉമ്മ വയ്ക്കുന്നതിൽ അശ്ലീലം കാണുന്ന ആ അച്ഛൻ ഒരു മാനസിക രോഗിയാണ് എന്ന് യേശുദാസ് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രക്ഷപ്പെട്ടു, മനസ്സിലായല്ലേ? അപ്പം അങ്ങനെയാണ് ആ പാട്ടിൻ്റേത്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പാട്ട് എഴുതി ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു പാട്ട് എഴുതി അതൊന്ന് ഹിറ്റാവുകയാണ്, ഈ കാലത്ത് ഒന്ന് ഹിറ്റാവുകയാണെങ്കിൽ അവർക്കതൊരു വലിയ അവസരമാവുകയും അവർ ഒരുപാട് മേഖലകളിലേക്കൊക്കെ എത്തിപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ അച്ഛൻ ആ പൗരോഹിത്യത്തിൽ തന്നെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിന് സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാനാണ് അത് എഴുതിയത് എന്ന് എല്ലാവരും അറിയേണ്ടതില്ല എന്നൊക്കെയുള്ളൊരിതാണ് അച്ഛൻ എന്ന് എനിക്ക് തോന്നുന്നു. അത് സ്വന്തമായി ഇതിലൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നു, ഞാൻ എഴുതി എനിക്കറിയാം, അങ്ങനെയാണോ അച്ഛൻ? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം വരെ ആകുന്നതേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞ അറുപഴഞ്ചനാണ് ചില കാര്യങ്ങളിൽ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ പോലും 2 പേര് ഫ്രീ ആയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അതാണ് ചില കാര്യം. ഞാൻ 1990 യാത്രയ്ക്ക് വേണ്ടി ഒരു ബുള്ളറ്റ് വാങ്ങിച്ച് ഇപ്പോഴും ആ ബുള്ളറ്റ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ചില ബോധ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് കരുതുന്ന വ്യക്തിയാണ്. ഈ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്താനായിട്ട് ഉതളങ്ങി ആയാൽ മതി. ഒഴുക്കിനെതിരായിട്ട് നീന്തി കയറാനാണെങ്കിൽ സ്വന്തമായിട്ടുള്ള ബോധ്യവും വേർപ്പും അധ്വാനവും തീവ്രമായ ഒരു ദാഹവും വേണം. അച്ഛാ, അതുപോലെ നമുക്ക് പാട്ടിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ മറ്റൊരു പാട്ട് കർമ്മലനാഥേ വാഴുക എന്നുള്ള പാട്ട്, അതും വളരെ നല്ലൊരു പാട്ട്, ഗംഭീര ഹിറ്റായിട്ടുള്ളൊരു പാട്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ, അതിൻ്റെ സാഹചര്യം? കർമ്മലനാഥേ വാഴുക എന്നുള്ള പാട്ട് അത് രണ്ടാമത് ഈ സ്നേഹ സന്ദേശത്തിലുള്ള പാട്ടാണ്. അപ്പോൾ അച്ഛനൊരു കർമ്മലമാതാവിൻ്റെ ഒരു ഭക്തനാണ് ജസ്റ്റിനച്ഛൻ. ഒരു CD യുടെ ചെയ്യാമെന്ന് ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ശ്രീ യേശുദാസിൻ്റെ തരംഗിണി എന്നാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ വേറെ ആരോടും പറയുന്നില്ല, കർമ്മലമാതാവിൻ്റെ ഒരു പാട്ട് ബ്രദർ എഴുതി തരണം. അത് ഈ പൈതലാം യേശുവിൻ്റെ ആ ഇത് ഹിറ്റായതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ ഉണ്ട്. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഈ ഏതെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഒരു പാട്ടിന് ഒരു 2-3 പാട്ട് കൂടെ എഴുതും. അങ്ങനെ എഴുതി കൊടുത്തു. അത് അല്ലാതെ സഹോദരങ്ങൾ ഈ മ്യൂസിക് ഡയറക്ടേഴ്സും മറ്റുമൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ ഇപ്പം ഒരു പാട്ടിന് ഒരു 2-3 പാട്ട് എഴുതി കൊടുക്കും. ഇത്രയും ദിവസമായിട്ട് ഈ സംസാരിക്കുന്ന നിമിഷം വരെ 10 പൈസ ആരോടും പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. സെമിനാരിയിലായിരുന്ന സമയത്ത് തന്നെ 1-2 ഗ്രൂപ്പുകാർ സെമിനാരിയിൽ വന്ന് സിനിമയ്ക്ക് പാട്ടെഴുതണമെന്ന് ഉള്ള ഒരാശയം പറഞ്ഞു. ഇന്നതുപോലെ തന്നെ ബന്ധപ്പെട്ട ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ ഒക്കില്ല. ഞാൻ ജസ്റ്റിൻ അച്ഛനോട് വിവരം പറയാമെന്ന് പറഞ്ഞു. അൽഫോൺസ് ലിഗോരി അച്ഛൻ എന്ന് പറയും. അച്ഛൻ ഒരു കോളേജിലെ പ്രിൻസിപ്പളായിരുന്നിട്ട് റിട്ടയർ ചെയ്ത അച്ഛനാണ്, സന്യാസി അച്ഛനാണ്. ഞാൻ അച്ഛനോട് ചെന്ന് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞു.
അപ്പോൾ അച്ഛൻ 2 ചോദ്യം ചോദിച്ചു, ചങ്കിൽ തറയ്ക്കുന്ന 2 ചോദ്യം. ബ്രദറിൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റി, മുൻഗണന വൈദികനാകാനാണോ കലാകാരനാകാനാണോ കൊടുക്കുന്നത്? ഞാൻ അവിടെ ഇരുന്ന് ഉരുകി, ഇങ്ങനെ ഐസ് ഉരുകും പോലെ ഇരുന്ന് ഉരുകി. ഞാൻ 2 മിനിറ്റ് നേരം ഇരുന്നിട്ട് എണീറ്റ് കൈകൂപ്പി പറഞ്ഞ് ഞാനത് ഉപേക്ഷിച്ചു. അപ്പോൾ തന്നെ തീരുമാനമെടുത്തു. പിന്നെ സിനിമ എന്നുള്ള ആ ലോകത്തെക്കുറിച്ച് പോലും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ഈ സ്നേഹ സന്ദേശത്തിൽ ദൈവമേ നീ എൻ്റെ രക്ഷ കോട്ടയും വൻ പ്രത്യാശയും, യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു പ്രാർത്ഥനാ ഗാനമാണ്. ഞാനും സ്നേഹിക്കുന്ന യേശുവുമായിട്ടുള്ള ഒരു ആത്മസംവാദം, അല്ലെങ്കിൽ യേശുവിന് എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സഹയാത്രികനാണ് യേശു എന്നുള്ള ആ ഒരു തീക്ഷ്ണമായ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വാക്കുകളാണ്. ശ്രീ യേശുദാസ് ആ പാട്ടിനെക്കുറിച്ച് അദ്ദേഹം പാടിയിട്ട് പറഞ്ഞു, പൈതരാം യേശു പോലെ ഈ പാട്ട് ഹിറ്റാവുമെന്ന്. പക്ഷേ എന്തോ അത്രമാത്രം അത് ജനഹൃദയങ്ങളിൽ സ്വാധീനിച്ചില്ലെന്നാണ് പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്നേഹപ്രഭാവത്തിൽ മഞ്ഞു പെയ്യുന്ന മാമരം കോച്ചുന്ന എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ജസ്റ്റിൻ അച്ഛൻ എൻ്റെ മുമ്പേ ഇരുന്നാണ് ആ പാട്ട് ട്യൂൺ ചെയ്യുന്നത്. അത് ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ്. സാധാരണ അച്ഛൻ പറഞ്ഞത് യേശുദാസിൽ പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ പാടുന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട്. ഈ പാട്ട് ആദ്യം യേശുദാസ് പാടി. അപ്പോൾ അച്ഛൻ അത്രയും തൃപ്തിയായില്ല എന്നുള്ള ഒരിത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യേശുദാസ് രണ്ടാമതും പാടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടെന്ന്. പക്ഷേ യേശുദാസ് പറഞ്ഞു എനിക്ക് തൃപ്തിയായില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അന്ന് പാടിയില്ല. പിറ്റേ ദിവസം രാവിലെ വന്നിട്ടാണ് ആ പാട്ട് പാടുന്നത്. കലയും പൗരോഹിത്യവും തമ്മിലുള്ള ബന്ധം, അച്ഛൻ നാടകങ്ങൾ എഴുതുമെന്ന് പറഞ്ഞു, അതിലേക്കൊന്ന് വന്നാൽ. നാടകം എഴുതുന്ന യഥാർത്ഥത്തിൽ കൊച്ചുനാൾ മുതലേ ഈ മൂത്ത സഹോദരങ്ങളൊക്കെ അവർക്ക് ഈ വിധത്തിലുള്ള ക്ഷേത്രങ്ങളിലും ഗ്രന്ഥശാലയിലും പിന്നെ പള്ളിയിലുമൊക്കെ അപ്പോൾ നാടക ഒരു വാരം തന്നെ ആ കട്ടക്കോട് സെൻറ്റ് ആൻ്റണീസ് പള്ളിയിൽ അവിടെ നടത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അതിൽ മത്സരിക്കാനൊക്കെ ഇത് ചെയ്യുമായിരുന്നു. പിന്നെ വൈദികനായിട്ട് സെമിനാരിൽ പോയത് മുതൽ കുറേ പ്രൊഫഷണലായിട്ടുള്ള ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ഉള്ള സംസർഗം ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ ഈ പൈതലാം യേശുവിൻ്റെ ഇത് ജന്മത്തോടു കൂടെയാണ് ആ ഒരു വലിയ സഹൃദയ ലോകം ഇടപെടുന്നത്. ഒരു 6 ബൈബിളിലെ തീമെടുത്തിട്ട് ഒരു പുസ്തകം എഴുതി. പുസ്തകം ഒരു മീൻ കുഞ്ഞു പോലും വാങ്ങിച്ചില്ല. പുസ്തകത്തിനിട്ട പേര് അത് കല്ല് കടിക്കുന്ന പേരായിരുന്നു. ചോര മോന്തുന്ന പട്ടികൾ എന്നാണ് ആ പുസ്തകത്തിനിട്ട പേര്. തിരിച്ച് ഗാനങ്ങളിലേക്ക് വന്നാൽ തപസ്സിനാൽ എന്നുള്ള ഗാനം, അത് പലരും ആ പാട്ട് കേൾക്കുമ്പോൾ ഇത് ഒരു തപസ്സിൻ്റെ അരൂപി മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നെന്ന് പറഞ്ഞ ഒരു പാട്ടാണ്. ശ്രീ നെല്ലിമൂട് വിജയൻ നെയ്യാറ്റിൻകര രൂപതയിലുള്ള എൻ്റെ 2000 പാട്ടോളം പള്ളിപ്പാട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ശ്രീ രവിശങ്കറാണത് പാടിയത്. തപസ്സിനാൽ മനസ്സിന്റെ തമസകറ്റിടുവാൻ തപോവന ശാന്തത കൈവരിക്കാൻ വ്രതശുദ്ധിയോടെൻ്റെ ദിനരാത്രങ്ങളെ വിശിഷ്ടമാം നൈവേദ്യമാക്കിടാം ഞാൻ. അച്ഛാ, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഈസ്റ്ററായിട്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, ഇത് എല്ലാം കൈവിട്ടു പോയി, തകർന്ന് തരിപ്പണമായി എന്ന് പറയുന്ന സമയത്തും ഒരു കനൽ നമ്മുടെ ഉള്ളിൽ ജീവൻ്റെ സ്ഫുരണമായിട്ട് മുന്നോട്ട് കുതിക്കാനുള്ള ആ ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർപ്പാണ്, ഉത്ഥാനമാണ്, ഒരു മുന്നോട്ടുള്ള കുതിക്കലാണ്. അച്ഛൻ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നതിന് നന്ദി. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഉയർപ്പിൻ്റെ എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും.